മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डार्तिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യത്തില് ഇനി സുരഥ മഹാരാജാവും വൈശ്യനും ദേവിയുടെ കഥകൾ പറഞ്ഞ മഹാത്മ്യങ്ങളൊക്കെ സന്യാസി പറഞ്ഞ് കേട്ടിട്ട് ദേവിയെ ഭജിക്കാനായിട്ട് തീർച്ചയാക്കിയിട്ട് പോയി അവിടെ സഹ്യപർവ്വതത്തിൽ ചെന്നു. തപസ്സിന് ആയിട്ട് സഖ്യപർവ്വതത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞു നിർത്തിയത്. തൗ തസ്മിൻ പുളിനെ ദേവ്യാ കൃത്വാ മൂർത്തിം മഹീമയീം അർഹണം ചക്രതുസ്തസ്യ പുഷ്പധൂപാഗ്നിതർപ്പണൈഃ. തൗ അവർ രണ്ടുപേരും സഹ തൗ തേ ദ്വിവചനാണ്, അതായത് രാജാവും ആ വൈശ്യനും. തൗ തസ്മിൻ പുളിനെ ദേവ്യാഹ നദിയുടെ തീരത്ത്, അവിടെ ഒരു നദിയുടെ തീരത്ത് ആണ് സഖ്യപർവ്വതത്തിൽ, അവിടെ ആ നദിയുടെ തീരത്ത് പുളിനെ അതിൻ്റെ മണൽത്തിട്ടിൽ ദേവ്യാഹ ദേവിയുടെ മൂർത്തിം മഹീമയും മൂർത്തിം കൃത്വ മഹീമയും മണ്ണുകൊണ്ടുള്ളതായിട്ടുള്ള ആ ഒരു രൂപം ഉണ്ടാക്കിയിട്ട്, അതായത് പലതരത്തിലും ആണ് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. അവിടെ ലോഹമാവാം, മരം കൊണ്ടാവാം, മണ്ണുകൊണ്ടാവാം, അങ്ങനെ പലതുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ചിത്രം കൂടി ആവാം, ലേഖ്യം ആയിട്ടുള്ളതായിട്ടാവാം, അങ്ങനെ പലതരത്തിലുള്ളതായിട്ടുള്ള ബിംബങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. ഇവരിവിടെ സൗകര്യം അതാണല്ലോ കാട്ടില്. അപ്പോൾ മഹി കൊണ്ട്, അതായത് മണ്ണുകൊണ്ടുള്ളതായിട്ടുള്ള രൂപം ആണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. തസ്മിൻ പുളിനെ ദിവ്യ കൃത്വാ മൂർത്തിം മഹീമയീം അർഹണാം ചക്രതുഹു തസ്യാഹ ദേവിക്ക് അർഹണാം ചക്രതുഹു പൂജയെ ചെയ്തു, വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള പൂജയെ ചെയ്തു. പുഷ്പധൂപ അഗ്നി തർപ്പണൈഹി, പുഷ്പം ധൂപം അഗ്നി, അതായത് ദീപം, ഇതൊക്കെ അഗ്നി എന്ന് പറഞ്ഞാൽ ദീപമാണല്ലോ, ഇതൊക്കെ തർപ്പിച്ചും കൊണ്ട് അതൊക്കെ അതുകൊണ്ടൊക്കെ പൂജിച്ചു ദേവി. വേണ്ട വിധത്തിൽ പൂജാവിധങ്ങൾ സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ആ മണ്ണുകൊണ്ടുള്ളതായിട്ടുള്ള വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അവിടെ പൂജിച്ചു എന്നാണ്. നിരാഹാരോ യഥാഹാരോ തന്മനസ്കൗ സമാഹിതൗ ദദതുസ്തൗ ബലിം ജൈവ നിജഗാത്രാസൃഗുക്ഷിതം. നിരാഹാരോ ആഹാരം കഴിക്കാതെ കണ്ട്, ആഹാരം ഇല്ലാതെ കണ്ടും, ചിലപ്പോൾ യഥാഹാരോ നിയന്ത്രിതമായിട്ടുള്ള ആഹാരത്തോടു കൂടി വളരെ കുറച്ച് മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് ആദ്യം, പിന്നെ അത് കഴിഞ്ഞ് നിരാഹാരമായിട്ട് ഭക്ഷണം തീരെ ഇല്ലാതെ കണ്ട്, അങ്ങനെയൊക്കെ തന്മനസ്കൗ ദേവിയിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചവരായി. തന്മനസ്കൗ ച തസ്യാം ധൃതമായിട്ടുള്ള ദേവിയിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചവരായി. സമാഹിതവും ശ്രദ്ധയോടു കൂടിയിട്ട് വേറെ ഒന്നിലേക്കും ബുദ്ധി മനസ്സും പോവാതെ കണ്ട് സമാഹിതവും വളരെ ശ്രദ്ധയോടുകൂടി ദദതുഹു തൗ ബലിം ദദതുഹു തൗ അവര് ബലിം ജൈവ ബലി അർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ദേവിക്ക് ബലിയെ പൂജ ചെയ്തു, ബലി അർപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ബലി എന്ന് വെച്ചാൽ നിജഗാത്ര ആശ്രകുക്ഷിതം, നിജഗാത്രം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്തതായിട്ടുള്ള ഒലിപ്പിച്ചതായിട്ടുള്ള ഉക്ഷിതമായിട്ടുള്ള പുറത്തേക്ക് എടുത്തതായിട്ടുള്ള അസൃക്ക് രക്തം, തൻ്റെ ദേഹത്തിൽ നിന്ന് രക്തം എടുത്തിട്ട് അതും അർപ്പിച്ചു ദേവിക്ക് എന്നാണ്. അതാണ് ബലിയായിട്ട് നൽകിയത്. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം എടുത്ത് അതും ദേവിക്ക് അർപ്പിച്ചു എന്നാണ്. ഏവം സമാരയതോ സ്ത്രീഭിർവർഷൈ യഥാത്മനോഃ പരിതുഷ്ട ജഗദ്ധാത്രീ പ്രത്യക്ഷം പ്രാഹ ചണ്ഡിക. ഏവം സമാരാധയതഃ, ഇപ്രകാരം സമാരാധയതോഹോ എന്ന്, ഇപ്രകാരം അവർ രണ്ടുപേരാണല്ലോ, അതുകൊണ്ട് ഏവം സമാരാധയതോഹോ ഇപ്രകാരം ആരാധിക്കുന്നതായ അവർക്ക് ത്രിഭിഹി വർഷൈഹി യഥാത്മനോഹോ ത്രിഭിഹി വർഷൈഹി 3 വർഷം അവരിങ്ങനെ ദേവിയെ ആരാധിച്ചു കൊണ്ടിരുന്നു. യഥാത്മനോഹോ ആത്മാവിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, മനസ്സ് വേറെ എവിടെ പോവാതെ കണ്ട് വളരെ ശ്രദ്ധയോടുകൂടി
ദേവിയെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് 3 വർഷം ഇപ്രകാരം അവർ ദേവിയെ പൂജിച്ചു എന്നാണ്. ഏവം സമാരാധയതോഹോ ത്രിഭിഹി വർഷൈഹി യഥാത്മനോഹോ, യഥാത്മാക്കളായിട്ട്, അതായത് നല്ലപോലെ നിയന്ത്രിച്ചതായിട്ടുള്ള ബുദ്ധിയോടുകൂടി അവര് ദേവിയെ പൂജിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പരിതുഷ്ട ജഗദ്ധാത്രി, ജഗത്തിൻ്റെ മുഴുവൻ ധാത്രിയായിട്ടുള്ള ആ ദേവി പരിതുഷ്ട, സന്തുഷ്ടയായി. ലോകത്തിൻ്റെ മുഴുവൻ ധാത്രിയായിട്ടുള്ള ആ ദേവി പരിതുഷ്ടയായിട്ട്, സന്തുഷ്ടയായിട്ട് പ്രത്യക്ഷം പ്രാഹ ചണ്ഡിക, ചണ്ഡികാദേവി പ്രത്യക്ഷമായിട്ട് പ്രാഹ പറഞ്ഞു. അതെ, അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രാഹ പറഞ്ഞു. യത് പ്രാർത്ഥ്യതേ ത്വയാ ഭൂപ ത്വയാ ച കുലനന്ദന മത്തസ്തത് പ്രാർത്ഥ്യതാം സർവം പരിതുഷ്ടാ ദദാമിവം. ദേവി പറഞ്ഞതാണ് പറയണത്. യത് പ്രാർത്ഥ്യതേ ത്വയാ ഭൂപ, അല്ലയോ രാജാവേ, ത്വയാ യത് പ്രാർത്ഥ്യതേ, അങ്ങയാൽ എന്താണ് ആഗ്രഹിക്കപ്പെടുന്നത്, അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് സാരം. യത് പ്രാർത്ഥ്യതേ, യാതൊന്നാണ് അങ്ങയാൽ ആഗ്രഹിക്കപ്പെടുന്നത്, അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ്. ത്വയാച കുലനന്ദന, അതുമാതിരി കുലനന്ദന എന്ന് വൈശ്യനെ വിളിക്കുകയാണ്. കുലത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള അല്ലയോ മഹാത്മാവേ, അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്, അങ്ങയാൽ എന്താണ് ആഗ്രഹിക്കപ്പെടുന്നത്, അങ്ങും എന്താണ് ആഗ്രഹിക്കുന്നത്. രണ്ടാളോടും ചോദിച്ചു, രാജാവിനോടും വൈശ്യനോടും ചോദിച്ചു, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന്. മത്തഹ തത് പ്രാർത്ഥ്യതാം, എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. തത് പ്രാർത്ഥ്യതാം, അത് ചോദിച്ചോളൂ. എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അത് പ്രാർത്ഥ്യതാം, ചോദിച്ചുകൊള്ളൂ. സർവം, അത് മുഴുവൻ തന്നെ. പരിതുഷ്ടാദാമിവം, സന്തുഷ്ടയായ ഞാൻ അതൊക്കെ തന്നെ നിങ്ങൾക്ക് തന്നുകൊള്ളാം. എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് എന്നോട് ചോദിച്ചോളൂ, ഞാൻ അതൊക്കെ തരാം. സന്തുഷ്ട, പരിതുഷ്ടയായിട്ടുള്ള ഞാൻ. ദദാമി വാം, നിങ്ങൾക്ക്. അതും അതെ, വാം എന്നുള്ളതും അതേമാരെ യുഷ്മശബ്ദം ഷഷ്ഠി ദ്വിവചനാണ്. വാം തവതേ യുവയോഹോ വാം യുഷ്മാകം വഹ, യുവയോഹോ എന്നും വാം എന്നും 2 രൂപമുണ്ട് ഷഷ്ഠി ദ്വിവചനത്തിൽ. അപ്പോൾ അതാണ് അവിടെ വാം, നിങ്ങൾക്ക് അത് ഞാൻ നൽകുന്നതാണ് എന്നാണ്. തതോ വവ്രേ നൃപോ രാജ്യം അവിഭ്രംശ്യ അന്യജന്മനി തത്രൈവ ചഞ്ചം രാജ്യം ഹത ശത്രുബലം ബലാത്. അപ്പോൾ രാജാവ് എന്താണ് പറഞ്ഞത്? തതഹ, അനന്തരം വവ്രേ നൃപഃ, നൃപൻ വവ്രേ വരിച്ചു. രാജാവ് ചോദിച്ചത് ഇതാണ്, രാജാവ് വരിച്ചു. എന്താണ് വരിച്ചത്? രാജ്യത്തെ വരിച്ചു. തനിക്ക് രാജ്യം തിരിച്ചു കിട്ടാനായിട്ട്, തൻ്റെ രാജ്യം അവിഭ്രംശി അന്യജന്മനി, അന്യജന്മനി ഇനിയൊരു ജന്മത്തിൽ നഷ്ടപ്പെടാത്തതായിട്ടുള്ള രാജ്യം, അതായത് തനിക്ക് തൻ്റെ രാജ്യം തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. അന്യജന്മനി അവിഭ്രംശി, മറ്റൊരു ജന്മത്തിൽ ഭ്രംശമില്ലാത്തതായിട്ടുള്ള രാജ്യം. ഇനി അത്രൈവച, ഇവിടെ തന്നെ ഈ ലോകത്തിലും നിജം രാജ്യം, തൻ്റെ രാജ്യത്തെ തിരിച്ചു കിട്ടാനായിട്ട്. ഹത ശത്രുബലം, ശത്രുബലത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള തൻ്റെ രാജ്യം തിരിച്ചു കിട്ടണം എന്നുള്ളതായിട്ടുള്ള വരമാണ് രാജാവ് ചോദിച്ചത് എന്ന്. ബലാത്, ആ ബലത്തോടുകൂടി ആ ശത്രുബലത്തെ മുഴുവൻ നശിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള തൻ്റെ രാജ്യം തിരിച്ചു കിട്ടാനും അന്യജന്മത്തിൽ പോലും അത് നശിക്കാതിരിക്കാനും ഉള്ളതായിട്ടുള്ള വരമാണ് ചോദിച്ചത് എന്ന്. ഇനി വൈശ്യൻ. സോപി വൈശ്യസ്തോ ജ്ഞാനം വവ്രേ നിർവിണ്ണമാനസ മമേത്യഹമിതി പ്രാജ്ഞ സംഘവിച്യുതികാരകം. വൈശ്യന് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജ്ഞാനം ആണ് വൈശ്യൻ ചോദിച്ചത് എന്നാണ്. വൈശ്യസ്തതഃ, തതഃ അനന്തരം വൈശ്യൻ സഹ അപി വൈശ്യ, ആ വൈശ്യനും ജ്ഞാനം വവ്രേ, ജ്ഞാനത്തെ ആണ് ചോദിച്ചത്. നിർവിണ്ണമാനസഹ, എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ആ ബാക്കിയുള്ളതിനോട്, ജീവിതത്തിനോടൊക്കെ വിരക്തി വന്നു കഴിഞ്ഞിരുന്നു, നല്ലോണം വിരക്തി വന്നിരുന്നു വൈശ്യന്. അപ്പം അതുകൊണ്ട് നിർവിണ്ണമാനസനായിട്ട് വൈരാഗ്യം വന്നതായിട്ടുള്ള മനസ്സോടു കൂടിയ ആ വൈശ്യൻ ജ്ഞാനത്തെ തന്നെ ചോദിച്ചു എന്നാണ്. വവ്രേ നിർവിണ്ണമാനസഹ മമ ഇതി അഹമിതി, ഞാൻ എൻ്റെ എന്നുള്ളതായിട്ടുള്ള, അതായത് എൻ്റെ എന്നുള്ളതായിട്ടും ഞാൻ എന്നുള്ളതായിട്ടുള്ളതായിട്ടുള്ള വിചാരം ഒന്നും പാടില്ല. ഒന്നിനോടും എൻ്റെ എന്നോ ഞാനെന്നോ ഉള്ളതായിട്ടുള്ള താല്പര്യം പാടില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ജ്ഞാനം. മമ അഹമിതി പ്രാജ്ഞ, പ്രാജ്ഞനായിട്ടുള്ള ആ വൈശ്യൻ ഇതാണ് ചോദിച്ചത് എന്നാണ്. സംഘവിച്യുതികാരകം എന്നുള്ളതായിട്ടുള്ള മമ ഇതി അഹമിതി,
ഞാനെന്നും എൻ്റേത് എന്നുമുള്ളതായിട്ടുള്ള ആ സംഘം, ആ താല്പര്യം, അതിനോടുള്ളതായിട്ടുള്ള ഒട്ടല്, ആ ഒട്ടലിന് കാരണമായിട്ടുള്ള ആ ഒട്ടല് ഇല്ലാതാവാൻ, സംഘവിച്യുതി, ആ സംഘം ഇല്ലാതിരിക്കാനുള്ളതായിട്ടുള്ള ജ്ഞാനം ആണ് വൈശ്യൻ ചോദിച്ചത്. ഞാൻ എൻ്റെ എന്നുള്ളതായിട്ടുള്ള ആ സംഘം, ആ ഒട്ടല് ഇല്ലാതാക്കുന്നതായിട്ടുള്ള സംഘം ചേർച്ച, അതിനോട് മനസ്സ് ഒട്ട് എന്നുള്ളതാണ്. അതിനോട് ചേർച്ച ഉള്ളതായിട്ടുള്ള, അത് ഇല്ലാതാക്കുന്നതായിട്ടുള്ള വിച്യുതി, അതിൽ നിന്ന് വേർപാട്, അതിനെ നിന്ന് അത് തോന്നിക്കാതിരിക്കാൻ, ആ സംഘം ഉണ്ടാവാതിരിക്കാനുള്ളതായിട്ടുള്ള, അതിന് കാരകമായിട്ടുള്ള, അതിന് നിദാനമായിട്ടുള്ള ജ്ഞാനം ആണ് വൈശ്യൻ വരമായിട്ട് ചോദിച്ചത് എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.